ഹായ് ഇരിക്ക്. ആരുടെ അമ്മയായിരുന്നു? അതെ അതെ, രാഹുലിന്റെ അമ്മ. ഓക്കെ, രാഹുൽ എവിടെ? രാഹുൽ വാ. രാഹുലിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ രാഹുലിനെ പറ്റി പറയാനുണ്ട്. അതായത് അമ്മ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ അമ്മ ഞാൻ വിഷമിപ്പിക്കുന്നില്ല. പക്ഷെ എന്നാൽ എനിക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്റെ ക്ലാസ്സിൽ ഇത്രയും ന്യൂജൻസ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിനെ ഞാൻ കണ്ടിട്ടില്ല. ന്യൂജൻസ് എന്ന് വെച്ചാൽ ഭയങ്കര ന്യൂജൻസ് ആണ് ഈ കൊച്ചിനെ കൊണ്ട്. ഭയങ്കര അലപ്പും ബഹളവും ഉരുത്തക്കേടും, പിന്നെ ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ക്ലാസ്സിൽ കൊണ്ടുവരിക, ഈ കുറെ ഫോണും അതും ഇതും കൊണ്ടുവന്നിട്ട് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. പിന്നെ ടീച്ചേഴ്സ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്നാക്സ് തീറ്റി, പിന്നെ വേറെ സബ്ജക്റ്റിന്റെ നോട്ട് എന്റെ ക്ലാസ്സിലിരുന്ന് എഴുതുക. ഇതൊന്നും പോരാഞ്ഞിട്ട് അവന്റെ അടുത്തിരിക്കുന്ന മൂന്നാലഞ്ച് പേരുടെ ചെവി കടിച്ച് പറിക്കലാണ് അവന്റെ സ്ഥിരം പരിപാടി. അതൊന്ന്. പിന്നെ ഗേൾസിന്റെ കുറെ കംപ്ലൈന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഗേൾസിനെ വായി നോക്കുന്നോ കമന്റ് അടിക്കുന്നോ. എന്താണ് എനിക്ക് വേണ്ട ഒരു തലവേദനയാണ് ഈ ചെറുക്കനെ കൊണ്ട്. ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു വകയും പഠിക്കത്തില്ല. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ പറയുന്നതെല്ലാം ഇവന്റെ കയ്യിലുണ്ട്. ഒന്നും മിണ്ടാൻ പറ്റില്ല. ഒരൊറ്റ അക്ഷരം ടീച്ചേഴ്സിന് ഞങ്ങൾക്ക് ഇവന്റെ അടുത്ത് മിണ്ടാൻ പറ്റില്ല. അപ്പോൾ ഇവന്റെ ഒരു കണ്ണൊരുട്ടക്കവും ഇവൻ ഭയങ്കര ദേഷ്യമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവൻ നമ്മളെ കടിച്ചു തിന്നാനാണ് വരുന്നത്. അമ്മാതിരി പരിപാടി ഇവൻ കാണിക്കുന്നത്. നിങ്ങൾ ഇവിടെ അങ്ങോട്ട് ഇറങ്ങി നോക്ക്. എല്ലാ ടീച്ചേഴ്സിനെയും കണ്ടോ? ഇല്ലല്ലോ. എന്നെ ആദ്യം കാണുന്നത് ഒരു ടീച്ചേഴ്സിനെയും കാണേണ്ട കാര്യം. എല്ലാ ടീച്ചേഴ്സും ഈ ഒരു കംപ്ലൈന്റ് തന്നെ ആയിരിക്കും പറയുന്നത്. സ്റ്റാഫ് റൂമിൽ രാഹുലിന്റെ പേര് കേൾക്കാനേ എനിക്ക് നേരെയുള്ളൂ. ആസ് എ ക്ലാസ് ടീച്ചർ എന്ന രീതിയിൽ ഞാൻ ഭയങ്കരമായിട്ട് നാണം കിട്ടിയിരിക്കുകയാണ്. എന്താ ചെയ്യുന്നത്? ഞാൻ പല പ്രാവശ്യം എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് പേരൻസിനെ വിളിച്ചോണ്ട് വരണം എന്ന് പറയുമ്പോൾ അവൻ അമ്മ വീട്ടിൽ ഇല്ല, അച്ഛന് ജോലി ആയതുകൊണ്ട് അച്ഛൻ അങ്ങനെ പോകും, അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഒരു ദിവസം കണ്ട പറയുന്നിട്ട് അപ്പം മരിച്ചു പോയതുകൊണ്ട് വരാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അമ്മ അവിടെ പോയി അച്ഛൻ ഇവിടെ പോയി. നിങ്ങൾ കുട്ടിയെ ശ്രദ്ധിക്കുന്നതേ ഇല്ലേ? എപ്പം ഇവന്റെ അടുത്ത് എപ്പം പേരൻസിനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞാലും നിങ്ങൾ വീട്ടിലില്ല എന്ന് കേൾക്കാനേ എനിക്ക് നേരമുള്ളൂ. അത് മനഃപൂർവ്വം പറയുന്നതാണോ എനിക്കറിയില്ല. പിന്നെ എക്സാമിന് തുണ്ട് വെച്ച് എഴുതുക. എനിക്ക് മനസ്സിലാവുന്നില്ല, ഈ കൊച്ചു എന്തിങ്ങനായി പോയ. വീട്ടുകാരുടെ ഇതിൽ നിന്നാണ് ആദ്യം കുട്ടി വളരേണ്ടത്. എന്നിട്ട് നിങ്ങൾ സ്കൂളിലോട്ട് ഓരോന്ന് പഠിപ്പിക്കാനായിട്ട് പറഞ്ഞു വിടും. ഞങ്ങൾക്ക് ഇതിനെ പറ്റത്തൊന്നുമില്ല. ദിസ് ഇസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാണിംഗ്. നിവൃത്തികേട് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അയ്യോ അമ്മ കരയാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാണിംഗ് ആണ്. ഇതിലവൻ നന്നാവുമെങ്കിൽ നന്നാവും, അതല്ലെങ്കിൽ ഞങ്ങൾ ടീച്ചർ തന്നു വിടും. ഞങ്ങൾക്ക് മെയിൻ എക്സാം എഴുതിപ്പിക്കാൻ പറ്റില്ല. പിന്നെ ഞാനൊരു കാര്യം ഞാൻ അമ്മയോടായിട്ട് മാത്രം പറയുകയാണ്. അവൻ നല്ലൊരു കുട്ടിയാണ്, നന്നായിട്ട് പഠിക്കും, നല്ല ബുദ്ധിയുണ്ട്, അവന്റെ സ്വഭാവമൊക്കെ നല്ലതാണ്. പക്ഷെ കൂട്ടുകെട്ടാണ് അവനെ പാഴാക്കുന്നത്. ഞാൻ അമ്മയോട് മാത്രമായിട്ട് അത് പറയുന്നതാണ്. ഞാൻ അവരുടെ ഫ്രണ്ട്സിന്റെ പേരൻസിന്റെ അടുത്ത് ഞാനത് പറഞ്ഞിരുന്നു. സെയിം കാര്യം. അവന്റെ ഫ്രണ്ട്സാണ് ഇവനെ ചീത്തയാക്കുന്നത്. ഈ കൂട്ടുകെട്ടില്ലെങ്കിൽ ഇവൻ നന്നാവും. അല്ലാതെ എല്ലാ കഴിവുമുണ്ട്, പഠിക്കാൻ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. പക്ഷെ ഉഴപ്പ് അറിയാലോ. ഉഴപ്പ് വന്നാൽ പിന്നെ എങ്ങനെ പഠിക്കാനാ? ഉഴപ്പ് വന്നാൽ പിന്നെ പഠിക്കത്തേ ഇല്ല. വേറെ ഉഴപ്പൊന്നുമില്ല അവനെ കൊണ്ട്, വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. ഹീസ് എ ബ്രില്യന്റ് ആൻഡ് സ്മാർട്ട് സ്റ്റുഡന്റ്. ഓക്കെ.